ജീവനിൽ കൊതിയുണ്ടെങ്കിൽ ഒരടി മുന്നോട്ട് വെച്ചു പോകരുത്. വികൃതി ബാലക, എന്റെ മാർഗം മുടക്കുന്ന നീ ആരാണ്? എന്റെ സ്ഥലത്ത് വന്ന് നിന്നുകൊണ്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാണെന്ന്? ആദ്യം നിങ്ങൾ പറയണം, നിങ്ങൾ ആരാണ്? ഞാനോ? ഞാൻ മഹാദേവനാണ്. എനിക്ക് അകത്ത് പോകണം. അങ്ങ് മഹാദേവനാകാം, ആദിദേവനാകാം, പരമദേവനാകാം, അല്ലെങ്കിൽ ദേവന്മാരിലും ദേവനാകാം. എനിക്കൊരു വ്യത്യാസവും വരില്ല. ഞാൻ താങ്കളെ അകത്തു പോകാൻ അനുവദിക്കില്ല. കാരണം മാതാവിന്റെ ആജ്ഞയാണ്. നീ ആരാണ്? ആരാണ് നിന്റെ മാതാവ്? എന്റെ മാതാവിനെ കുറിച്ച് അറിയാത്ത ആൾക്ക് യാതൊന്നും അറിയുകയില്ല. യാതൊന്നും അറിയാത്ത വ്യക്തിയെ എനിക്കും അറിയില്ല. അത്യന്തം പ്രിയ ബാലനാണ് നീ. ബാലനാണെന്നത് ശരി തന്നെ, പക്ഷേ എനിക്ക് എന്റെ കടമ പാലിക്കേണ്ടതുണ്ട്. അതുമാത്രവുമല്ല, ആരെങ്കിലും പ്രശംസിക്കുന്നത് കേട്ട് അനുചിത പ്രവൃത്തി ചെയ്യുന്നവരെ അങ്ങനെ അകത്തു കയറ്റി വിടുന്നവനല്ല ഞാൻ. അത് നിന്റെ കർത്തവ്യനിഷ്ഠയാണ്. ഇനി ഞാൻ അകത്തു പോകട്ടെ? എന്റെ കർത്തവ്യനിഷ്ഠ കൊണ്ടും താങ്കൾ എന്റെ കർത്തവ്യനിഷ്ഠയെ പ്രശംസിച്ചതുകൊണ്ടും ആജ്ഞയും മര്യാദയും ലംഘിക്കുവാനുള്ള മാർഗം തുറന്നു കിട്ടുകയില്ല. മറിച്ച് മാർഗം കൂടുതൽ ദുർഘടമാവുകയേ ഉള്ളൂ. മാതാവിന്റെ ആജ്ഞയ്ക്ക് വിരുദ്ധമായി ഒന്നും തന്നെ സംഭവ്യമല്ല. നിന്റെ പേരെന്താണെന്ന് പറയൂ. നിന്റെ അമ്മയുടെയും അവരുടെ ആജ്ഞാപാലകനാണല്ലോ നീ. അഖില ബ്രഹ്മാണ്ടത്തിനും അധിഷ്ഠാത്രി ഹിമാലയ സുധ ഉമാ ഭവാനി ശിവാദേവി പാർവതി മാതാവിനെ അറിയില്ലെന്നോ? ഞാൻ അവരുടെ പുത്രൻ, വിശ്വേശ്വരായ ഗൗരീസുതായ ഗണപതി ഗണേശൻ. ഗൗരീസുതൻ? എനിക്കറിയില്ലല്ലോ. ഗൗരി എപ്പോൾ നിനക്ക് ജന്മം നൽകി? എങ്ങനെ അറിയാനാണ്? ഞാൻ അജാതനാണ്, ശുദ്ധൻ, ബുദ്ധൻ, നിത്യമുക്തൻ. നീ പോയി നിന്റെ മാതാവിനോട് പറഞ്ഞു വരൂ. മഹാദേവൻ പുറത്തു നിൽപ്പുണ്ട്, അകത്തു വരാൻ ആഗ്രഹിക്കുന്നുവെന്ന്. നീ അനുമതി വാങ്ങി വരുന്നതുവരെ ഞാനിവിടെ പുറത്തു നിൽക്കാം. ഹേ ജടാധാരി മഹാദേവ, അങ്ങ് തീർച്ചയായും പരമജ്ഞാനിയും ധ്യാനിയും ബുദ്ധിമാനും ദിവ്യപുരുഷനുമാകാം. പക്ഷേ ഞാനൊരു ബുദ്ധിഹീനനൊന്നുമല്ല. അങ്ങയ്ക്ക് എന്നെ ഈ സ്ഥാനത്ത് നിന്നും അകറ്റിയിട്ട് എന്നെ എന്റെ കർത്തവ്യത്തിൽ നിന്നും അകറ്റണമല്ലേ? ഞാൻ ഇവിടെ നിന്ന് മാറിയാൽ ഉടനെ താങ്കൾ അകത്തു പ്രവേശിക്കും. ഇല്ല ഇല്ല, ഞാൻ ഇവിടെ നിന്ന് ഒരിക്കലും മാറുകയില്ല. ശാഠ്യക്കാരൻ, നീ മാറുകയില്ലേ? മാതാവ് തടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്, മാറുവാനല്ല. ഇത് വല്ലാത്ത കുഴപ്പമായല്ലോ കൈലാസപതി. നിനക്കറിയാമോ, ഈ 14 ലോകങ്ങളിലും എന്റെ മാർഗം രോധിക്കാൻ ധൈര്യമുള്ളവർ ആരും ഉണ്ടായിട്ടില്ല. നീ ബാലനല്ലേ, അതുകൊണ്ട്. അല്ലെങ്കിൽ എന്താ, എതിർക്കുവാനുള്ള വിചാരമുണ്ടോ? കാണട്ടെ. ചെറിയ ബാലൻ വലിയ വാക്കുകൾ സംസാരിക്കുന്നു. വലിയവർ വലിയ വാക്കുകൾ പറയുകയില്ല. ചെറിയവരെ വലിയ വാക്കുകൾ പറയാൻ അനുവദിക്കുകയുമില്ല. പിന്നെ വലിയ വാക്കുകൾ എവിടെ പോകും? പിന്നെ യുദ്ധത്തിന്റെ വിഷയത്തിൽ എന്തു പറയുന്നു? വാചാല മാറിപ്പോ, ഇല്ലെങ്കിൽ ഒരു ബാലനോട് എതിർക്കുന്നത് ഉചിതമല്ല. എന്റെ ഗണങ്ങൾ ഇതിന് ഉത്തരം പറയും. അവർ നിനക്ക് സുബുദ്ധി തരും. ഗണേശന് ഗണങ്ങൾ ബുദ്ധി നൽകുമെന്നോ? ഓം നമഃ ശിവായ. ഓം നമഃ ഇതെല്ലാം. അങ്ങ് ക്രുദ്ധനാണ് സ്വാമി. ക്രോധത്തിന് കാരണമുണ്ട്, അതുകൊണ്ട് ക്രുദ്ധനായി. എന്താണ് കാരണം ഭഗവാൻ? ആ ദുഷ്ടബാലൻ, അവൻ എന്റെ മാർഗം തടഞ്ഞു. ആ ബാലകൻ ആരാണ് സ്വാമി? അവൻ എവിടെയാണ് മാർഗം തടഞ്ഞത്? നന്ദി, നിന്റെയും ബുദ്ധി ശരിയല്ല. ഒരു ബാലൻ എന്നെ അധിക്ഷേപിച്ചു. ഇപ്പോൾ നീ ചോദ്യങ്ങൾ ചോദിക്കുന്നു. പാർവതിയുടെ അന്തഃപുരത്തിലുണ്ടവൻ. അവൻ ഞാൻ അകത്തു പോകുന്നത് തടഞ്ഞു. പോയി മനസ്സിലാക്കിയോ ആ ബാലൻ ആരാണെന്ന്, എവിടുന്ന് വന്നെന്ന്. സംസാരിക്കുന്നത് വലിയ കാര്യങ്ങളാണ്. പാർവതിയുമായി ബന്ധമുണ്ടെന്ന് പറയുന്നു. പോയി അവനെ എവിടെയെന്ന് ഓടിക്ക്. കൽപ്പന പോലെ വിശ്വനാഥ. വരൂ വരൂ, പോകാം. പോകാം. ജയ് മാതാവേ. നിൽക്കാൻ. മാതാവിന്റെ അറയ്ക്ക് നേരെ ഒരടി മുന്നോട്ട് വച്ചാൽ മാതാവിന്റെ നാമത്തിൽ എല്ലാവരുടെയും കാലുകൾ അടിച്ചൊടിക്കും ഞാൻ. ബാലൻ വളരെ ഉദ്ദണ്ഡനാണ്. ഉദ്ദണ്ഡനല്ല,
എന്റെ കയ്യിൽ ദണ്ടുണ്ട്. ഈ ദണ്ട് നിങ്ങളെ പോലെ മര്യാദ ലംഘിച്ചു വരുന്നവരെ ദണ്ഡിക്കാൻ വേണ്ടിയുള്ളതാണ്. വലിയ വർത്തമാനം പറയുന്നു. പക്ഷെ നീ ആരാണ്? താങ്കൾക്ക് ചെറിയ ചെറിയ വർത്തമാനം കേൾക്കുവാനാണോ ഇഷ്ടം? ഇത്ര വലിയ ശരീരം, വലിയ വർത്തമാനം കേൾക്കാൻ വയ്യെങ്കിൽ എന്റെ വലിയ പ്രഹരം എങ്ങനെ സഹിക്കുവാനാകും? ഞാൻ ചോദിച്ചത് നീ ആരെന്നാണ്. ഒച്ച വയ്ക്കരുത്. നിന്റെ ഓരോ ചോദ്യത്തിനും ഞാൻ ഉത്തരം നൽകേണ്ട ആവശ്യമില്ല. എന്നാലും പറയാം, ഞാൻ എന്റെ മാതാവിന്റെ പുത്രനാണ്. എല്ലാവരും മാതാവിന്റെ പുത്രന്മാർ തന്നെയാണ്. പക്ഷെ നീ എങ്ങനെ ഇവിടെ ചാടിയെത്തി? ഏയ്, നിന്റെ വാക്കും ദാക്കും സൂക്ഷിച്ചുപയോഗിക്ക. ഞാനൊരു ജലപിശാചൊന്നുമല്ല ചാടിയെത്തുവാൻ. ഞാൻ മാതാവിന്റെ പുത്രനാണ്. വന്നതല്ല, പ്രത്യക്ഷനായി. പ്രത്യക്ഷനായതാണ്. എന്തിനായിരുന്നു? ആരാണ് പറഞ്ഞത് പ്രത്യക്ഷപ്പെടാൻ? ആരാണ് പറഞ്ഞത് നിന്നോട് ഇവിടെ വരാൻ? ഹേ അഹംഭാവി, തന്നെക്കാൾ മുതിർന്നവരെ കളിയാക്കുന്നു. വലിയവരെ ചെറിയവരാണ് കളിയാക്കേണ്ടത്, അല്ലാതെ ചെറിയവരെ വലിയവർ കളിയാക്കാറില്ല. വലിയ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കുന്നു. പ്രവർത്തിക്കുന്നതും വലിയ ബുദ്ധിമാന്മാരെ പോലെ തന്നെ. അല്ല, പ്രവർത്തിച്ചത് തെമ്മാടിത്തമാണ്. കൈലാസപതി ഭഗവാൻ ശിവശങ്കരനെ മാതാ പാർവതിയുടെ അടുത്ത് പോകുന്നത് തടഞ്ഞ് നീ അദ്ദേഹത്തെ അപമാനിച്ചു. ഭഗവാൻ പരമേശ്വരന്റെ ആജ്ഞയാണ് നിന്നെ എവിടെ നിന്ന് വേഗം ഓടിക്കണമെന്ന്. എന്നെ ആരാണ് ഓടിക്കുക? അതിനു മുമ്പ് എന്റെ കാലുകളൊന്ന് ഇളക്കാൻ ശ്രമിക്കൂ. നിന്നെ ഞങ്ങൾ പന്ത് പോലെ എടുത്തെറിയും. പിടിക്കേ. ജയ മാതാവേ! ഒന്ന് നോക്കൂ, എന്താണ് ഒരു കോലാഹലം? നോക്കട്ടെ, ഞാൻ നോക്കിയിട്ട് വരാം. ജയ മാതാവേ! നീ ആരാണ്? ഞാൻ മാതാവിന്റെ പുത്രൻ. മാതാവ് അകത്തുണ്ട്. ആദ്യം പറയേ, നീ എങ്ങനെ ഇവിടെ വന്നു? ആദ്യം നിങ്ങൾ പറയൂ, നിങ്ങൾ രണ്ടും അകത്തെങ്ങനെ കടന്നു? നീ നിന്റെ മാതാവാണെന്ന് പറഞ്ഞില്ലേ? അവരുടെ സഖിമാരാണ്. അതായത് ഇളയമ്മ, ഹാ, ഒരമ്മ, രണ്ടിളയമ്മമാർ. നിങ്ങൾ കോലാഹലം കേട്ട് പോയവരാണ്, ഇപ്പോൾ ചിരിച്ചുകൊണ്ട് വരുന്നു. എന്തു പറ്റി? അവിടെ പുറത്തൊരു ബാലൻ നിൽക്കുന്നു. കയ്യിൽ ഒരു ദണ്ടുമുണ്ട്. ദേവി അവന്റെ മാതാവാണെന്ന് പറയുന്നു. അവൻ പറഞ്ഞത് സത്യമാണ്. എന്ത്? അതെ, ഞാനാണ് അവന് ജന്മം നൽകിയത്. ഒരു ബാലിനോട് തോറ്റോടി വന്നിരിക്കുന്നു. നാണമില്ലേ നിങ്ങൾക്ക്? സ്വാമി, അവനൊരു സാധാരണ ബാലനല്ല. അപ്പോൾ നിങ്ങൾ സാധാരണക്കാരാണോ? അവന് അത്ഭുതവും അലൗകികമായ ശക്തിയുണ്ട്. നിങ്ങളുടെ ശക്തി എവിടെ പോയി? പോയി പാർവതിയുടെ കവാടത്തിൽ നിന്ന് അവനെ മാറ്റി നിർത്ത്. പോ.
ഭഗവാൻ അവൻ അനുസരിച്ചില്ലെങ്കിലോ? ദേവി പാർവതിയോട് പറയണം അവൻ അവിടെ നിന്ന് ഓടിക്കാൻ. ഓ കൽപ്പന പോലെ ഭഗവാൻ.